ബസ് കിട്ടി. അവനെ എങ്ങനെ ദൂരെ പാളുകളിക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയതാണോ എന്റെ മോനെ? ഇന്നലെ മെനഞ്ഞാന്നും വന്ന് പറഞ്ഞേടാ എന്റെ പൊന്നുപോലെ, എന്റെ പൊന്നുപോലെ, എന്റെ പൊന്നുപോലെ, എന്റെ പൊന്നുപോലെ, എന്റെ പൊന്നുപോലെ, ഞങ്ങള് കിടന്ന് എന്റെ പൊന്നുപോലെ നല്ല രീതിയിൽ ഒരുപാട് എല്ലാം പഠിച്ചിട്ട് അവരെ കരക്കാരി വന്ന് വിളിച്ച് എന്റെ പൊന്നുപോലെ വിട്ട് എൻസിസിക്ക് ചേർന്നെന്ന് പറഞ്ഞ് ചേർന്ന് എല്ലാത്തിനും ബസ് കിട്ടിയേ. ഫുട്ബോളിനും ബസ് കിട്ടിയെന്ന് ഇന്നലെ വരികയെന്ന് വന്ന് പറഞ്ഞ് ദൂരെ എങ്ങാണ്ട് പഠിക്കാൻ പോണത് എന്റെ പൊന്നുപോലെ ദൂരെ കൊണ്ടുപോയി ആണോ? 2 ദിവസം എന്റെ പൊന്നുപോലെ ഫുട്ബോളിന് ദൂരെ കൊണ്ടുപോയി ആണോ? എനിക്ക് എന്റെ മോൻ വേണം. എനിക്ക് എന്റെ മോനില്ലാതെ ഒക്കത്തില്ലേ? എന്റെ പൊന്നുപോലെ എനിക്ക് വേണം. എന്റെ പൊന്നുപോലെ എനിക്ക് വേണം. എന്റെ മോനെ കയ്യ എന്റെ പൊന്നുമോൻ പഠിക്കുന്നത്. എന്റെ പൊന്നുമോനെ എന്റെ മോനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എന്റെ കൊച്ചുമോനെ എല്ലാത്തിനും പഠിപ്പിക്കുന്നേ. എന്റെ കൊച്ചുമോനെ പഞ്ചായത്തിന് എത്ര വീട് കിട്ടിയ ആൾക്കാർക്ക് 2-3 വീട് കിട്ടുന്നുണ്ട്. എന്റെ പൊന്നുമോനെ എന്റെ പൊന്നുമോനെ ഗതികേട് കൊണ്ടാ തള്ള പോയത്. എന്റെ പൊന്നുമോനെ എന്റെ പൊന്നുമോൻ അറിയും എന്തുവാണ്. എന്റെ പൊന്നുമോൻ അറിയും എന്തുവാണ്. എന്റെ പൊന്നുമോനെ ഈ പഞ്ചായത്ത് നടക്കുന്ന എല്ലാം അതുപോലെ എന്റെ പൊന്നുമോനെ എന്റെ പൊന്നു ആൾക്കാരും ഉണ്ടെങ്കിൽ അവര് കൊണ്ട്, അല്ലാത്തവർക്ക് തിരിഞ്ഞു നോക്കത്തില്ല. എന്റെ പൊന്നുമോനെ എന്റെ പൊന്നുമോനെ എന്റെ കുഞ്ഞിനെ പറഞ്ഞല്ല വീട്ടേ. NCCക്കുള്ള 2000 രൂപ മുമ്പേ എന്റെ പൊന്നുമോനെ ഞാൻ കടം വാങ്ങിച്ചു കൊടുത്ത് അടച്ച് ഇന്ന് മൊബൈലിനകത്തും വന്ന് മുമ്പേ എന്റെ മോനെ അടയ്ക്കുന്നേന്ന് അതും ചെയ്തേ. എന്റെ പൊന്നുമോനെ എന്റെ പൊന്നുമോനെ എന്തിനാന്നോ സംഭവിച്ചേ? എന്റെ പൊന്നുമോനെ എന്റെ പൊന്നുമോനും NCC കളിച്ചാന്നോ മോനെ? അയ്യോ അമ്മച്ചി വീട്ടിൽ നിന്നാ ഞാൻ കൂടെ നടക്കുന്നത്. ഇപ്പൊ വെളിയിലോട്ട് ഇറക്കത്തില്ല. വെളിയിലോട്ട് എന്റെ പൊന്നുമോനെ ഇറക്കത്തില്ല. എന്റെ പൊന്നുമോനെ എന്റെ കുട്ടിയുള്ള ആ വിലാപങ്ങൾക്ക് ആരുത്തരവാദിത്തം പറയും? കാരണം നമ്മുടെ ഓരോ വീടുകളിലും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ നമ്മൾ ഇറക്കി വിടുന്നത് ഇത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ്. അവന്റെ ഭാവി, അവന്റെ പഠനം, അവൻ വളർന്നു വലുതാകുന്നത്. അങ്ങനെ ഇനി എത്രയോ കാലങ്ങളോളം, പതിറ്റാണ്ടുകളോളം അവിടെ തണലായി ജീവിക്കേണ്ട മിഥുൻ എന്ന 13 വയസ്സുകാരൻ നഷ്ടപ്പെടുമ്പോൾ ആ പാവപ്പെട്ട വീട് ഒരു കിടപ്പാടം എന്ന പേരിന് മാത്രം പറയാവുന്ന ഒരു വീട്ടിൽ നിന്നുള്ള വിലാപമാണ്, ഉള്ളു പൊട്ടുന്ന വിലാപമാണ് നമുക്ക് കേൾക്കാൻ കഴിയും. കരഞ്ഞ് തളർന്ന് മാതാപിതാക്കൾ, ബന്ധുക്കൾ അവരൊക്കെ തന്നെ കണ്ണീർ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വിലാപങ്ങളല്ലാതെ മറ്റൊന്നും ആ വീട്ടിൽ കേൾക്കാൻ കഴിയുന്നേയില്ല. കാരണം കരഞ്ഞു പോകും, കരഞ്ഞ് തളർന്നു പോകും ആ വീട്. കാരണം നമ്മൾക്ക് ഈ കാഴ്ച കാണുന്ന ഓരോരുത്തർക്കും അറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം നമുക്ക് വലുതാണെന്ന്. ആ 13 വയസ്സുകാരൻ കളിച്ചിരിച്ച് എല്ലാ സ്പോർട്സിലും മറ്റ് പഠന വിഷയങ്ങളിലും ഒക്കെ തന്നെ ശരാശരി മികവ് പുലർത്തിയിരുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് പോകുമ്പോഴുള്ള ആ വീടിൻ്റെ വേദന നോക്കണം. ആ കുഞ്ഞ് ഭിത്തിയിൽ ആ വീട്ടിലെ ആളുകളുടെ പേര്, ആ വീട്ടിലെ അംഗങ്ങളുടെ പേര്, സഹോദരങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പക്ഷേ മിഥുൻ എന്ന 13 വയസ്സുകാരനൊക്കെ ആയിരിക്കാം. ആ കുഞ്ഞ് സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ കിടപ്പാടം എന്ന പേരിന് വേണ്ടി മാത്രം വിളിക്കാവുന്ന ഒരു 4 ചുവരിൽ ജീവിക്കുന്ന ഇടത്ത് നിന്നാണ് ആ പൊന്നുമകൻ ഇന്ന് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ഇത് ആരാണ് അതിന് ഉത്തരവാദിത്വം പറയുക? ഇവരുടെ വിലാപങ്ങൾക്ക്, കരച്ചിലിന്, ഈ നിലവിളിക്ക് ആരുത്തരവാദിത്വം പറയും? ആരാ ജീവൻ തിരിച്ചു നൽകുമെന്ന അവരുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സിസ്റ്റം ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ സിസ്റ്റം കുരുതിക്ക് കൊടുത്ത ഒരു കുരുന്ന് ബാലൻ എന്ന പേരിട്ട് അവനെ വിളിക്കാം. ആ നിലയിലാണ് മിഥുനെ മാപ്പ് എന്ന് കേരളം ഒന്നടങ്കം ഹൃദയത്തോടുകൂടി ചേർത്ത് വെച്ച് പറയേണ്ട ഒരു നിമിഷമാണ്. കാരണം അങ്ങേയറ്റത്തെ അനാസ്ഥയുടെ ഒരു ഇരയായി, നമ്മുടെ സിസ്റ്റത്തിൻ്റെ അനാസ്ഥയുടെ താളം തെറ്റലിൻ്റെ ഇരയായി മിഥുൻ എന്ന 13 വയസ്സുകാരൻ അത്തേവലക്കര എന്ന ഗ്രാമത്തിൽ വിലാപമായി മാറുകയാണ്. ആ വീട്ടിലേക്ക് എത്തുന്ന ഓരോ ആളുകൾക്കും കണ്ണ് നനയാതെ തിരികെ മടങ്ങാൻ കഴിയില്ല. അവരുടെ അവസ്ഥ, വീടിൻ്റെ അവസ്ഥ എല്ലാം അങ്ങേയറ്റം ദുരവസ്ഥയിലാണ്.